ഹലോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനൊരു വീഡിയോ ഇടണം വേറൊന്നുമല്ല, ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വാഗമണിലേക്കാണ്. അപ്പം അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 6-6:30 ആകുമ്പോൾ ഇറങ്ങണമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ റെഡിയായി വന്നപ്പോഴത്തേക്കൊക്കെ ഒരു 7 മണിയായി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന സ്ഥലം പാഞ്ചാലിമേടാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല വിശപ്പൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നേരെ വീണ്ടും ഇറങ്ങി. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേടെത്തി. അവിടെ അങ്ങനെ വലുതായിട്ട് എനിക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല, എങ്കിലും കൊള്ളാം. ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഭയങ്കര ഒരുപാട് നമ്മൾ ചെന്ന സമയത്തൊന്നും ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അവിടെയും ഇവിടെയും കുറച്ച് ആൾക്കാരൊക്കെ. അതുകൊണ്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഇങ്ങനെ നടന്ന് കാണാൻ കൂടുതൽ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത് കയറി വരുന്നിടത്ത് തന്നെ ഇങ്ങനെ ഒരു വിശ്രമിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കപ്പിൾസായിട്ടൊക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ അവിടുന്ന് പാഞ്ചാലിമേടൊക്കെ കണ്ടിറങ്ങി നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് പരുന്തുംപാറയിലോട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലുള്ള ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടുള്ള ഒരു യാത്ര നല്ല ഭംഗിയായിരുന്നു. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുള്ള് പച്ചപ്പും അതൊക്കെ കണ്ട് പോകാൻ തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ നമ്മൾ എൻ്റെ പരുന്തുംപാറ എത്താറായി. അവിടെയൊക്കെ സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടൂറൊക്കെ വന്നെങ്കിൽ ഒരുപാടൊന്നുമില്ല, 2-3 ബസ്സൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ എക്സാമൊക്കെ ആണെങ്കിൽ അധികമൊന്നും ഇല്ലായിരുന്നു പിള്ളേർ. പിന്നെ നമ്മളവിടുത്തെ ഈ രണ്ടുപേരും ഓരോ നാരങ്ങകളൊക്കെ കുടിച്ച് ദാഹിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും നാരങ്ങകളൊക്കെ കുടിച്ചിട്ട് പരുന്തുംപാറ ഇതാട്ടോ പരുന്തുംപാറ. പക്ഷെ ആദ്യം നോക്കിയപ്പോൾ എനിക്കൊന്നും കത്തില്ല കേട്ടോ. അപ്പോൾ ഈ കൊച്ചിനോട് പറഞ്ഞിട്ട് സൂക്ഷിച്ച് നോക്ക്, പരുന്തിനെ പോലെ ഇല്ലേ. ശരി, പിന്നെ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, സൂക്ഷിച്ച് നോക്കിയത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് പരുന്തുംപാറയൊക്കെ കണ്ടിറങ്ങി. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് വാഗമണിലൊരു പാർക്കിലോട്ടാണ്. നല്ല ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഫുള്ള് പിന്നെ അങ്ങോട്ട് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ദാണ്ടെ പാർക്കൊക്കെ എത്തി. പാർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കും. നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമുക്ക് 2 പേർക്കും നല്ല ഭാഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കുറച്ച് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, കയറാൻ പറ്റില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ദാണ്ടെ ഫുഡൊക്കെ കഴിക്കാൻ നല്ല നാടൻ ഊണാട്ടോ കഴിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പൈൻ ഫോറസ്റ്റൊക്കെ കാണാൻ പോയി. പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാമെന്ന് വെച്ച് പൈൻ ഫോറസ്റ്റൊക്കെ കയറി. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റൊക്കെ കണ്ടു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ. പ്രത്യേക ഒരു ഫീലായിരുന്നു അവിടെ ഇരിക്കാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു അടുത്ത സ്ഥലത്തേക്ക്. പിന്നെ ഞങ്ങൾ പോയത് മൊട്ടക്കുന്നിലേക്കാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വെയിലായിരുന്നു. ഈ സ്ഥലത്തൊക്കെ പോകുന്നത് ഒരു വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. വെയിലൊക്കെ താഴ്ന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ വീട്ടിലൊക്കെ അവിടെയൊക്കെ ചുമ്മാ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ കല്ലടപാറയൊക്കെ പോയായിരുന്നു. അപ്പോഴത്തേക്ക് അവിടത്തേക്ക് വഴിയൊക്കെ റോഡ് പണി നടക്കുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാടങ്ങ് ഉള്ളിലോട്ട് പോയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവിടെ കണ്ണാടിപ്പെട്ടിയിലൊരു കടിയേറ്റി ഇരിക്കുന്നുണ്ട്. ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അതിനെ കഴിച്ചു നോക്കി, സംഭവം കൊള്ളാണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയത് കാൽവരി മൗണ്ട് വ്യൂ പോയിൻറ്റിലോട്ടാണ് കേട്ടോ. അതായത് ഇടുക്കി ഡാമിൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റ്. ഇത് നമ്മൾ പ്ലാൻ ചെയ്തൊന്നും അല്ലായിരുന്നു. നമ്മളിവിടെ പോകണമെന്ന് വിചാരിച്ചു. നമ്മൾ ആ കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോഴത്തേക്ക് അവിടെയുള്ള ചേട്ടൻ പറഞ്ഞാണ് ഇവിടെ അവിടെ മിസ്സാക്കരുതെന്ന്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വാഗമൺ ഡേയ്സ്. പിന്നെ നമ്മളന്ന് സ്റ്റേ ആയിരുന്നു. പിറ്റേ ദിവസം മൂന്നാറും കണ്ടിട്ട് മൂന്നാർ പോയിട്ട് തിരിച്ച് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പം മൂന്നാറിലെ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.